നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. H-1B വിസകൾക്ക് അമേരിക്ക കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ കൂടുതൽ ഉന്നത ബിരുദധാരികളായ ഇന്ത്യക്കാർ കാനഡയിലേക്ക് കുടിയേറുന്നു. ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ പുതിയ ഉത്തരവ് പ്രകാരം അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിരുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന വിസകളുടെ എണ്ണം 20,000-ൽ നിന്ന് 25,300 ആയി വർദ്ധിപ്പിച്ചു. ഈ വിസകൾ പൊതുവായി ഉള്ള വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 65,000 H-1Bയിൽ നിന്നാണ് നൽകപ്പെടുന്നത്. ഇതോടെ വിദേശത്തു നിന്ന് വരുന്ന ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരുടെ അവസരങ്ങൾ കുറയുകയും ചെയ്തു. കാനഡയിലേക്ക് ഉന്നത വിദ്യാഭ്യാസം ഉള്ളവർ കൂടുതലായി കുടിയേറുന്നത് മനസ്സിലാക്കി പ്രമുഖ അമേരിക്കൻ ടെക്നോളജി കമ്പനികളായ ആപ്പിൾ, ആമസോൺ, IBM തുടങ്ങിയ കമ്പനികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കാനഡയിലേക്ക് വ്യാപിപ്പിച്ചു കഴിഞ്ഞു. സ്ഥിര താമസത്തിനുള്ള വിസകൾ ലഭിക്കുന്നതുകൊണ്ട് കാനഡയിലേക്ക് ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധർ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയുമാണ്. കാനഡയിലേക്ക് ഒരു വർഷം 1 മില്യൺ കുടിയേറ്റക്കാർക്കാണ് വിസ അനുവദിക്കുന്നത്. ഇമിഗ്രേഷൻ നിയമങ്ങൾ ഉദാരമാക്കിയതോടെ കാനഡയിൽ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ എണ്ണം വളരെ വർദ്ധിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. H-1B വിസയിലുള്ളവരുടെയും ദീർഘകാല വിസകൾ ഉള്ളവരുടെയും കുട്ടികൾ അമേരിക്കൻ കോളേജുകളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തു വരുമ്പോൾ കുട്ടികൾ എന്നുള്ള സ്ഥാനം ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം അമേരിക്കയിൽ രൂക്ഷമാകുന്നു. ഇവിടെ പഠിച്ചു വളർന്ന ഇവർക്ക് അമേരിക്കയിൽ താമസിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെടുന്നതോടെ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോവേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത്. H-1B വിസകൾക്ക് ഗ്രീൻ കാർഡ് കിട്ടുന്നതിനുള്ള കാലതാമസം, കൂടാതെ E-2 വിസകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗ്രീൻ കാർഡിനെ അപേക്ഷിക്കാൻ യോഗ്യത ഇല്ലാതാകുന്നതും മൂലവും ഇവരുടെ കുട്ടികൾ പ്രായപൂർത്തിയാകുന്നതിന് ശേഷം അമേരിക്കയിൽ തുടരാൻ സാധിക്കാതെയും വരുന്നു. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ കുട്ടികൾക്ക് വേണ്ടി വാദിക്കുന്നവർ ഇവിടെ നിയമപരമായി കുടിയേറിയ കുട്ടികളുടെ കാര്യത്തിൽ വേർതിരിവ് കാണിക്കുന്നതിനെതിരെ പ്രതിഷേധം ഉയരുന്നു. ഇവരുടെ മാതാപിതാക്കൾ എല്ലാ നികുതിയും നൽകുന്നവരും ആണ് എങ്കിലും പ്രസിഡന്റ് ഒബാമ നടപ്പാക്കിയ ഡിഫേർഡ് ആക്ഷൻ ഫോർ ചൈൽഡ്ഹുഡ് ആക്ടിൽ അമേരിക്കയിൽ കുട്ടികളായിരുന്നപ്പോൾ അനധികൃതമായി വന്നവരെ മാത്രമേ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. ഈ തീരുമാനത്തിന് പിന്നിൽ ഡാക്കയിൽ ഭൂരിപക്ഷവും കുട്ടികളും അമേരിക്കയിലെ പ്രധാന ന്യൂനപക്ഷമായ സ്പാനിഷ് വംശജരാണ് ഉള്ളത് എന്നത് വോട്ട് രാഷ്ട്രീയമായും കണക്കാക്കാവുന്നതാണ്. 2020 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഹവായ് കോൺഗ്രസ് വുമൺ തുളസി ഗഡ്ബാർഡിനെതിരെ ഇന്ത്യയിലെ ന്യൂനപക്ഷ സംഘടനകൾ പ്രതിഷേധം പ്രകടിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് പരിപാടിയുമായി അനുയായികളെ സംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് ക്രിസ്ത്യൻ ദളിത് സിഖ് സംഘടനകൾ RSSുമായുള്ള ഇവരുടെ ബന്ധത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയത്. അമേരിക്കയിലുള്ള BJP നേതാക്കളെയും അമേരിക്കയിലെ RSS സംഘടനാ നേതാവ് വിജയ് പലോഡുമായുമുള്ള ഇവരുടെ ബന്ധങ്ങളാണ് വിമർശനത്തിന് ഇടയാക്കിയത്. കഴിഞ്ഞ വർഷം അമേരിക്കയിൽ നടന്ന വേൾഡ് ഹിന്ദു കോൺഗ്രസിന്റെ സമ്മേളനത്തിന്റെ ചെയർപേഴ്സൺ സ്ഥാനം സ്വീകരിച്ചെങ്കിലും വിമർശനത്തിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയിലാണെങ്കിലും ഇവർ പ്രസിഡന്റ് ഒബാമയുടെ പല പോളിസികളെയും നിശിതമായി വിമർശിച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശത്തുള്ള ഭീമാകരമായ ബ്ലാക്ക് ഹോളിന്റെ പടം ഭൂമിയിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള 8 ശക്തമായ ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെ പകർത്തി. ഭൂമിയിൽ നിന്ന് 55 മില്യൺ പ്രകാശവർഷം അകലെയുള്ള M87 എന്ന നാമകരണം ചെയ്തിട്ടുള്ള നക്ഷത്ര സമൂഹത്തിലാണ് ഈ ബ്ലാക്ക് ഹോൾ സ്ഥിതി ചെയ്യുന്നത്. സൂര്യനേക്കാൾ 6.5 ബില്യൺ വലിപ്പമുള്ള ഈ ബ്ലാക്ക് ഹോളിന്റെ പടം എടുക്കുവാൻ 200ഓളം ഗവേഷകർ 10 വർഷമാണ് പ്രവർത്തിച്ചത്. മാരകമായ പ്രതിരോധ ശക്തിയുള്ള കാൻഡിഡ ഓറിസ് എന്ന ഫംഗസ് പല രാജ്യങ്ങളിലും കണ്ടതായി ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഫംഗസിന് മനുഷ്യരക്തത്തിൽ രോഗബാധയുണ്ടാക്കാൻ കഴിയുന്നതാണ്. ഈ ഫംഗസിന് സാധാരണ രോഗാണുക്കളെ പോലെ രോഗബാധയുണ്ടാക്കാൻ കഴിയും. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജർമ്മനി, ഇസ്രയേൽ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലാണ് ഇവയെ കണ്ടെത്തിയത്. രോഗബാധിതർക്ക് ആന്റിബയോട്ടിക് മരുന്നുകൾ നൽകുമ്പോൾ നല്ലതും ചീത്തയുമായ ബാക്ടീരിയയും നശിപ്പിക്കുന്നതിനാലാണ് ഈ ഫംഗസിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഇന്ത്യൻ വംശജരായ കിഷോർ ദത്തപുരം, കുമാർ അശ്വതി, സന്തോഷ് ഗിരി എന്നിവരെ വ്യാജ H-1B തട്ടിപ്പിന് അറസ്റ്റ് ചെയ്തു. H-1B വിസ അപേക്ഷകളിൽ വിവിധ കമ്പനികളിൽ ജോലി ഒഴിവ് ഉണ്ട് എന്ന വ്യാജ സത്യവാങ്മൂലമാണ് ഇവർ അപേക്ഷകളിൽ നൽകിയിരുന്നത്. ഇത്തരം നിരവധി അപേക്ഷകളാണ് ഇവർ ഇമിഗ്രേഷൻ വകുപ്പിന് സമർപ്പിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം അമേരിക്കയിൽ നൽകപ്പെട്ട H-1B വിസകളിൽ 74% ഇന്ത്യക്കാർക്കാണ് അനുവദിക്കപ്പെട്ടത്. 2020ലേക്കുള്ള 65,000 H-1B വിസകൾ സ്വീകരിക്കുന്ന ഏപ്രിൽ ആദ്യവാരം തന്നെ അപേക്ഷകളെല്ലാം പൂർത്തിയായിരുന്നു.
അമേരിക്കയിൽ വ്യാപകമായ ഫോൺ തട്ടിപ്പ് നടത്തിയ പ്രതികളിൽ ഒരാളായ നിഖത് കുമാർ പട്ടേലിനെ കോടതി 8 വർഷവും 8 മാസവും തടവിന് ശിക്ഷിച്ചു. IRSൽ നിന്നാണ് എന്ന വ്യാജേന അമേരിക്കയിലെ നിരവധി ആളുകളിൽ നിന്ന് മില്യൺ ഡോളറുകളാണ് ഇവർ തട്ടിയെടുത്തത്. കൂടാതെ $2 ലക്ഷം പിഴയും കൈവശമുള്ള പണവും ആഡംബര കാറും കണ്ടുകെട്ടാൻ കോടതി ഉത്തരവിട്ടു. ഇയാളെ കൂടാതെ 4 പേർ കൂടി ഈ കേസിൽ പ്രതികളാണ്. ഇന്ത്യയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 56 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേരളത്തിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്നിരുന്ന ഉമ്മിക്കരി ഇപ്പോൾ അമേരിക്കൻ വിപണിയിൽ പ്രചാരം നേടിവരുന്നു. ആക്ടിവേറ്റഡ് ചാർക്കോളും വെളിച്ചെണ്ണയും പ്രധാന ഘടകങ്ങളാക്കി നിർമ്മിച്ച ഈ ഉൽപ്പന്നം കാലി വൈറ്റ് $10 ആമസോണിൽ ലഭ്യമാണ്. ഒരു കാലത്ത് മലയാളികൾ ദന്തശുദ്ധിക്ക് ഉപയോഗിച്ചിരുന്ന ഉമ്മിക്കരിയുടെ പ്രയോജനം മനസ്സിലാക്കി അമേരിക്കക്കാർ വാണിജ്യ അടിസ്ഥാനത്തിൽ പുതിയ ഉൽപ്പന്നമായി ഇറക്കിയിരിക്കുകയാണ്. ഈ ഉൽപ്പന്നത്തിന്റെ റേറ്റിംഗ് 4.3 ആണ്. മലയാളി ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിന്റെ ലോങ് ഐലൻഡ് ക്വീൻസ് ഏരിയ റീജിയണൽ മീറ്റിംഗ് ക്വീൻസിലുള്ള രാജധാനി റെസ്റ്റോറന്റിൽ വെച്ച് നടത്തപ്പെട്ടു. മുഖ്യ അതിഥികളായ ജോർജ് കെ ജോർജ്, സജി തോമസ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ സെമിനാർ നടത്തുകയുണ്ടായി. പ്രസിഡന്റ് ലിസി ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തുകയും സംഘടനയിലെ അംഗങ്ങളെ സദസ്സിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു. I'll be your host. My name is Bibin Koshi. Manoj John is the General Secretary for his welcome speech. This evening is filled with great subject talks and a variety of entertainment shows by all very talented team members and their families. And I'm pretty sure this will be a very memorable evening for all of us. So my dear friends, relax and enjoy the program. Thank you. By Lissy Phillip, President. I am very excited and extremely happy to welcome you all to Queen's regional meeting of Long Island and Queen's area and the inauguration of 2019 activities. We as an organization is helping other engineers to find rewarding jobs and help in their professional development. KJ Gregory, new chairperson to publish first newsletter of year 2019. So I'd like to invite Philippos Philip to come to the podium before we give this one to our president. We'll have a speech by Jane Alexander, Board Trustee Chair. ഇവിടെ ഈ ഓർഗനൈസേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് I'm Koshi Prakash and I was the 2018 team president. I'm very happy and excited to attend today's meeting and to have the opportunity to introduce our main speaker. 46 Queens and the Chibira, we're doing a small surgical facility in Uganda. It's tough to pronounce that word. It's actually pronounced in Ugandan Chibira. Now I want to invite Biju John to introduce our second speaker for the night, Saji Thomas, for the seminar. I am so glad to introduce my friend to all of you in this occasion. Also, I welcome him to join and to be a part of Kane family. Thomas Varghese has completed his computer science and engineering at Ramaiah Institute of Technology in Bangalore. He was born and brought up in Mumbai, and part of his schooling was in Nasik and Dubai. That's what the candlelighters do. Just that.
And it has made a big change, that there is a hope built into this patient, there's a hope built into this family. Volunteers just give their time and their effort. You, each one of you have given your time, this precious time here. I heard about when the president spoke about giving for scholarship assistance. Oh my goodness. It can change lives. It is so important. There are people out there seeking for help, and it is this kind of an agency which can help out. It is so important that each one of us can devote our time and effort to give back to people. I spoke to 70 students. Let me tell you something, talking to these kids, it's not easy, it's very emotional because I care. The next 10 years is your turn. So the next 10 years, we want to see the youngsters come to the front and do these for the next. So the 20th celebration will be by you guys. I hope you will take this as a challenge. My sincere thanks on behalf of the key committee members and executives. I'm expressing my sincere thanks to all of my colleagues, family. അടുത്തതായി ഷിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസിന്റെ ഹെൽത്ത് ടിപ്സ്. അമേരിക്കയിലും ഇന്ത്യയിലുമെല്ലാം ഇന്ന് രോഗചികിത്സയ്ക്കുള്ള ചിലവ് അമിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ഈ ചികിത്സയുടെ ചിലവിൻ്റെ വർധനവ് കാരണം സാധാരണക്കാരുടെ ഋണബാധ്യതകൾ വർദ്ധിക്കുന്നു, ബാങ്ക്റപ്സികൾ കൂടിക്കൊണ്ടിരിക്കുന്നു. മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയവും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പറയുന്ന പ്രധാന കാരണങ്ങളിലൊന്ന് വൈദ്യശാസ്ത്രത്തിലുണ്ടായിട്ടുള്ള പുരോഗതിയാണ്. ഇന്നത്തെ ഹൈടെക് മെഡിസിൻ സ്വാഭാവികമായി ചിലവ് കൂടിയതാണെന്നാണ് പറയുന്നത്. ഇത് ഒരുപക്ഷെ ഭാഗികമായി മാത്രമാണ് ശരി. കാരണം അത്യാധുനിക ചികിത്സകൾ നൽകപ്പെടുന്ന പല പൗരസ്ത്യ രാജ്യങ്ങളിലും ഇന്ന് മെഡിക്കൽ എക്സ്പെൻസ് അമേരിക്കയിലേക്കാൾ വളരെ കുറവാണെന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തെ കാരണം എന്തിനും ഏതിനും കേസ് കൊടുക്കുന്ന അമേരിക്കക്കാരുടെ സ്വഭാവം ലിറ്റിജനസ് മെന്റാലിറ്റിയാണെന്ന് പറയും. ഇതുമൂലം ഡോക്ടർമാരും ആശുപത്രികളും പലപ്പോഴും ഭീമമായ നഷ്ടപരിഹാരങ്ങൾ രോഗികൾക്ക് നൽകേണ്ടി വരുന്നു. ഇതും മുഴുവൻ കാരണമാണ് എക്സ്പെൻസീവ് മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം അമേരിക്കയിലെ ടോട്ടൽ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ 2% താഴെ മാത്രമാണ് മെഡിക്കൽ മാൽ പ്രാക്ടീസിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നത്. അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ ഈ ചികിത്സയിലെ അമിതമായ വർധനവിൻ്റെ കാരണക്കാർ ഞങ്ങൾ ഡോക്ടർമാർ തന്നെയാണെന്ന് നിർമ്മത്സര ബുദ്ധികളായ ഡോക്ടർമാർക്ക് കുമ്പസാരിക്കേണ്ടി വരും. ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് ദ മെഡിക്കൽ ടെക്നോളജി ആൻഡ് ട്രീറ്റ്മെൻറ്റ്, ഇതാണ് ചിലവിൻ്റെ മുഖ്യ കാരണം. അനാവശ്യമായും അധികമായും ചെയ്യപ്പെടുന്ന ടെസ്റ്റുകൾ, പരിശോധനകൾ, ചികിത്സകൾ, ഇവയാണ് ഈ അമിതമായ ചിലവിൻ്റെ മൂലകാരണം. 2 ഉദാഹരണങ്ങൾ കൊണ്ട് ഞാനിത് വ്യക്തമാക്കാം. 20 വർഷങ്ങൾക്ക് മുമ്പ് യൂറിനറി ഇൻഫെക്ഷനുമായി 50 വയസ്സുള്ള ഒരു സ്ത്രീ എന്നെ കാണുവാനെത്തിയെന്ന് കരുതുക. ഈ സ്ത്രീക്ക് കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഞാനൊരു അബ്ഡോമിനൽ അൾട്രാസൗണ്ട് ഓർഡർ ചെയ്തു. റിപ്പോർട്ട് തിരികെ കിട്ടി. കിഡ്നിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്കിലും യാദൃച്ഛികമായി ആ സ്ത്രീയുടെ ഗോൾ ബ്ലാഡറിൽ ഒരു സ്റ്റോൺ കണ്ടു. അന്നാണെങ്കിൽ ഞാൻ ഈ സ്ത്രീയോട് പറയുമായിരുന്നു, നിങ്ങളുടെ പ്രായത്തിൽ 20% സ്ത്രീകൾക്കും
10% പുരുഷന്മാർക്കും ഗോൾ ബ്ലാഡർ എടുത്ത് പരിശോധിച്ചാൽ അതിലൊരു സ്റ്റോൺ കണ്ടെന്നിരിക്കും. അതായത് നിങ്ങൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന നിങ്ങളുടെ പ്രായത്തിലുള്ള 5 സ്ത്രീകളിൽ ഒരാൾക്കും 10 പുരുഷന്മാരിൽ ഒരാൾക്കും ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ കണ്ടെന്നിരിക്കും. എങ്കിലും വരുന്ന 1 വർഷത്തിനിടയിൽ ഈ സ്റ്റോൺ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകാനുള്ള സാധ്യത 2% താഴെ മാത്രമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഭക്ഷണത്തിലെ ഫാറ്റ് സ്വല്പം കുറയ്ക്കുക. വയറ്റിൽ വേദനയോ അസുഖമോ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ എന്നെ വന്ന് കാണണമെന്നും പറയും. ഇന്ന് അതേ രോഗി ഒരു ഡോക്ടറുടെ ഓഫീസിലെത്തിയാൽ എന്ത് സംഭവിക്കും? ഡോക്ടർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. എങ്കിലും വളരെ കുറഞ്ഞ സാധ്യതയേ ഉള്ളൂ. എങ്കിലും ഗോൾ സ്റ്റോൺ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയേക്കാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ടല്ലോ. ഒരു ഗാസ്ട്രോ എൻട്രോളജിസ്റ്റിന്റെ, ഒരു ഉദര രോഗ വിദഗ്ധന്റെ കൺസൾട്ടേഷൻ കൂടി നേടും. ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഒരു അബ്ഡോമിനൽ CT സ്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ തരം MRIയോ ചിലപ്പോൾ ERCP എന്ന് പറയുന്ന പുതിയ പരിശോധനയോ നടത്തിയെന്നിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഒരു സർജന്റെ അഭിപ്രായം കൂടി തേടിയെന്നിരിക്കും. സർജൻ പറഞ്ഞെന്നിരിക്കും, ഈ ഗാൾ സ്റ്റോണ് അക്യൂട്ട് കോളിസൈസ്റ്റൈറ്റിസ് ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പഴയതുപോലെ വയറ് കീറി ഗോൾ സ്റ്റോൺസ് എടുത്ത് കളയേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ കീഹോളിൽ കൂടി, ഒരു ലാപ്രോസ്കോപ്പിൽ കൂടി ഇത് ഞാൻ എടുത്തു കളയാം. രോഗി സമ്മതിക്കും. ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റമി നടത്തപ്പെടാം. സർജൻ ഏകദേശം ഒരു $700 അടുത്ത പ്രതിഫലം ലഭിച്ചിരിക്കുകയുള്ള എങ്കിലും ഇതിനു വേണ്ടിയുള്ള ടെസ്റ്റിനും പരിശോധനകൾക്കും വലിയ ഭാരിച്ച ഒരു ചിലവാണ് ഇതിനിടയിൽ ഉണ്ടാകാൻ പോകുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. 40 വയസ്സുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയെ എമർജൻസി റൂമിൽ വെച്ച് ഞാൻ കണ്ടു. അന്ന് വീട്ടിൽ വെച്ച് ഭർത്താവുമായി അല്പം വഴക്കും വാക്കുതർക്കവും ഉണ്ടായി. അതിനെ തുടർന്ന് കുറച്ച് ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടു. ഒരു ആംബുലൻസ് വിളിച്ച് എമർജൻസി റൂമിൽ എത്തിയിരിക്കുകയാണ്. ഞാനൊരു ECG എടുക്കുന്നു. അത് നോർമലാണ്. ഇതിനകം ആ സ്ത്രീയുടെ നെഞ്ചുവേദന മാറിയും കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഹാർട്ട് അറ്റാക്കിന്റെ ഫാമിലി ഹിസ്റ്ററി ഒന്നുമില്ല. ഇപ്പോഴും നോർമൽ മെൻസ്ട്രുവേഷനാണ്. ഈ സ്ത്രീക്ക് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കുറച്ചു നേരം ആ രോഗിയെ ഒബ്സർവ് ചെയ്ത ശേഷം ചിലപ്പോൾ ഒരു സ്ട്രെസ് ടെസ്റ്റ് കൂടെ കഴിഞ്ഞിട്ട് നോർമൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ഞാൻ വീട്ടിൽ പറഞ്ഞു വിടും. വേദന തിരികെ വന്നാൽ ഉടൻ തന്നെ ആശുപത്രിയിലെത്തണം എന്ന ഉപദേശവുമായി. എന്നാൽ ഇന്ന് അതേ രോഗി എമർജൻസി റൂമിലെത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒരു കാർഡിയോളജിസ്റ്റിനെ കൂടെ കൺസൾട്ടിന് വിളിക്കും. അമിത ചെലവുള്ള സ്ട്രെസ് ടെസ്റ്റ് ഒക്കെ നേരത്തെ ചെയ്തെങ്കിലും അമിത ചെലവുണ്ടാക്കിയേക്കാവുന്ന ഒരു താലിയൻ സ്ട്രെസ് ടെസ്റ്റോ ഒരു എക്കോ കാർഡിയോഗ്രാമോ ഒരു മൊബൈൽ ഹോൾട്ടർ മോണിറ്ററിങ്ങോ ഒക്കെ കൂടെ നടത്തിയെന്നിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഹൃദ്രോഗമില്ലയെങ്കിലും ഹൃദ്രോഗമില്ല എന്ന് 100% ഉറപ്പിച്ചു പറയണമെങ്കിൽ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് മാത്രമല്ല കൊറോണറി ആൻജിയോഗ്രാം, അതും ചെയ്തെന്നിരിക്കും. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം കുഴപ്പമില്ലെന്ന് പറഞ്ഞ ശേഷം രോഗിയെ പറഞ്ഞു വിടും. $അനേകായിരം ബില്ല്, ഭാരിച്ച ചിലവുണ്ടാകുന്ന ഓവർ യൂട്ടിലൈസേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇന്നത്തെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണെന്ന് ഓർക്കണം. ഒരു വീട് പണിയുന്നത് പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എത്ര മുറിയുള്ള വീട് വേണം, അതിന് എന്തെല്ലാം സൗകര്യം ഉണ്ടായിരിക്കണമെന്ന് ഒരു ആർക്കിടെക്റ്റിനോട് പറയുന്നു. അയാൾ വരച്ചു തരുന്ന പ്ലാനുമായി നിങ്ങളൊരു കോൺട്രാക്ടറെ കാണുന്നു. അയാളുമായി വിലപേശിയ ശേഷം വീടിന് $5 ലക്ഷം എന്ന് ഒരു ഉഭയ സമ്മതം എഴുതി ഒപ്പിടുന്നു. കോൺട്രാക്ടർ അതിനുശേഷം കാർപ്പൻറ്ററെയും പ്ലംബറെയും ഇലക്ട്രീഷ്യനെയും തുടങ്ങിയ മറ്റാളുകളെയും സബ് കോൺട്രാക്ട് ഏൽപ്പിക്കുന്നു. എന്നാൽ അതിനു പകരം നിങ്ങൾക്ക് കിട്ടിയ വീടിന്റെ പ്ലാനുമായി നിങ്ങൾ തന്നെ സബ് കോൺട്രാക്ടർമാരെ നേരിട്ട് സമീപിച്ചു എന്ന് കരുതുക. പ്ലംബർ എത്ര സമർത്ഥനാണെങ്കിലും അയാൾക്ക് കുറച്ചുകൂടി ലാഭം ഉണ്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള വില കൂടിയ കുറച്ചുകൂടി ഫോസറ്റ്സുകൾ അവിടെയും ഇവിടെയൊക്കെ പണിയിച്ചെന്ന് വരും. ഇലക്ട്രീഷ്യൻ എത്ര മിടുക്കനാണെന്നും
മിടുക്കനാണെങ്കിലും യൂണിവേഴ്സിറ്റി ചിക്കാഗോയിലെ ഒരു ബിരുദധാരിയാണെങ്കിലും അയാൾക്ക് ലാഭം കിട്ടുന്ന കാര്യമാണെങ്കിൽ അധികപ്പറ്റായി കുറച്ചുകൂടി ഔട്ട്ലെറ്റുകളും വില കൂടിയ ലൈറ്റ് ഫിക്ചേഴ്സും നിങ്ങളുടെ വീടിന് നിർമ്മിച്ചെന്ന് വരും. നിങ്ങളുടെ കാർപ്പൻ്റർ, ആശാരി എത്ര ദൈവഭക്തനും സൽസ്വഭാവിയാണെങ്കിലും അയാൾക്ക് കമ്മീഷൻ കിട്ടുന്ന കാര്യമാണെങ്കിൽ വില കൂടിയ കുറച്ച് ക്യാബിനറ്റുകളൂടി പണിത് നിങ്ങൾക്ക് തന്നിരിക്കും. ഇതെല്ലാം മനുഷ്യ സ്വഭാവം മാത്രമാണ്. അവസാനം വരുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ചിലവ് $5 ലക്ഷം പകരം $10 ലക്ഷം തീർന്നെന്ന് വരും. എല്ലാവരും പരസ്യമായി സമ്മതിക്കത്തില്ല എങ്കിലും മെഡിക്കൽ ചികിത്സയിലും പലപ്പോഴും ഇത് സംഭവിക്കാം. മെഡിക്കൽ ഓവർ യൂട്ടിലൈസേഷൻ മെഡിക്കൽ എക്സ്പെൻസ് വളരെ കൂട്ടുന്നുവെന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ അപകടകരവുമായിരിക്കാം, ജീവന് തന്നെ അപകടകരമായിരിക്കാം. ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നുവെങ്കിലും ക്രാന്തദർശിയായിരുന്ന നമ്മുടെ ഒരു പ്രാചീന കവി എഴുതി, വൈദ്യരാജ നമസ്തുദ്യം യമരാജ സോദര യമസ്തി ഹരിപ്രാണൻ വൈദ്യൻ പ്രാണൻ ധനീച. ഹേ വൈദ്യ, നിങ്ങളിൽ ചിലരെങ്കിലും കാലന് സമന്മാരാണ്. എന്നാൽ കാലനിൽ നിന്ന് ചിലർക്കൊരു വ്യത്യാസവുമുണ്ട്. കാലൻ വിചാരിച്ചാൽ എൻ്റെ ജീവൻ മാത്രമേ തട്ടിക്കൊണ്ടു പോകുവാൻ പറ്റൂ. വൈദ്യൻ വിചാരിച്ചാൽ എൻ്റെ ജീവനും ധനവും ഒരുപോലെ തട്ടിക്കൊണ്ടു പോയെന്നിരിക്കും. ഇതിന് ഭാഗികമായ ഒരു പരിഹാരം മാത്രമേ നമുക്ക് സാധിക്കൂ. നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങൾക്ക് ദീർഘകാലത്തെ പരിചയമുള്ള, മെഡിസിൻ്റെ എല്ലാ മേഖലകളിലും സാമാന്യ പരിചയമുള്ള ഒരു പേഴ്സണൽ ഫിസിഷ്യൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ രോഗത്തെപ്പറ്റി, അതിനുള്ള വിവിധ ചികിത്സകളെപ്പറ്റിയും ഓപ്ഷനെപ്പറ്റിയും, ചികിത്സകൾക്കുള്ള അപകടങ്ങളെപ്പറ്റി, ചികിത്സിച്ചാൽ എന്ത് സംഭവിക്കും, ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇവയെപ്പറ്റി എല്ലാം വിശദമായി ഡോക്ടറോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു പേഴ്സണൽ ഡോക്ടറാണെങ്കിൽ ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ഡോക്ടർ, നിങ്ങൾക്കാണ് ഈ അസുഖം ബാധിച്ചിരുന്നെങ്കിൽ ഇതിലേതു മാർഗം, ഏത് ചികിത്സ നിങ്ങൾ സ്വീകരിക്കുമായിരുന്നുവെന്ന്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ YP തോമസ്. വരുന്നയാഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.